നമസ്കാരം. കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇന്ത്യയിലാകമാനം ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള CPM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ 12 സീറ്റുകൾ വരെ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതിൽ CPM 10ഉം CPI 2 സീറ്റുമായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കണക്കുകൂട്ടലുകൾ എങ്ങനെയെങ്കിലും തെറ്റിയാലും CPM 6ഉം CPI 1 സീറ്റും ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയപ്രതീക്ഷ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാരണമാണ്. CPM അടിപതറിപ്പോയ പശ്ചിമ ബംഗാളിൽ ഇക്കുറി 5 സീറ്റുകൾ മിനിമം നേടുമെന്നാണ് ബംഗാൾ പാർട്ടി ഘടകം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണയാണ് 1 സീറ്റ് പോലും CPMന് ബംഗാളിൽ നിന്നും ലഭിക്കാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് പിന്നിൽ കോൺഗ്രസ് CPM ധാരണയുണ്ടായിരുന്നെങ്കിലും അണികളും നേതാക്കളും 2 തട്ടിലായിരുന്നു എന്നതാണ് വാസ്തവം. ആ തിരഞ്ഞെടുപ്പിൽ CPMന് 6.5% വോട്ട് ഷെയർ ലഭിച്ചെങ്കിലും സീറ്റ് നേടാനാകാഞ്ഞത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ 5.5% വോട്ടുകൾ മാത്രം നേടിയ കോൺഗ്രസിന് 2 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ഈ ഇലക്ഷനിൽ CPMഉം കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിന് പ്രയോജനം ലഭിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് CPM കോൺഗ്രസ് സഖ്യം എല്ലാവരും അംഗീകരിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നുള്ളതാണ്. ഇത് 2 പാർട്ടികൾക്കും ഗുണം ചെയ്യുമെന്നാണ് പാർട്ടികൾ കരുതുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ 7 തവണകളായാണ് പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. അക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഇലക്ഷൻ സുഗമമായി നടക്കാനുമാണ് ഇലക്ഷൻ കമ്മീഷൻ 7 തവണയായി ബംഗാളിൽ ഇലക്ഷൻ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും CPM കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുകയും കൂടുതൽ സീറ്റുകൾ നേടാനാവുമെന്നുള്ള വിലയിരുത്തലാണ് പാർട്ടികൾക്ക്. ഫേസ് 1-2 ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഫേസ് ഇലക്ഷൻ മെയ് 7-നാണ്. അന്നാണ് CPM സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മൂർഷിദാബാദിൽ ഇലക്ഷൻ നടക്കുക. CPM വിജയപ്രതീക്ഷ വയ്ക്കുന്ന സീറ്റാണ് മൂർഷിദാബാദ്. കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണിത്. CPM 5, കോൺഗ്രസ് 3, ഇങ്ങനെ 8 സീറ്റുകളാണ് ഇന്ത്യ സഖ്യം ബംഗാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. CPMന്റെ യുവജനങ്ങൾ വലിയ പ്രചരണം തന്നെയാണ് ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത്. പാർട്ടിയുടെ പഴയ സ്വാധീനം തിരിച്ചു കൊണ്ടുവരുവാൻ അഹോരാത്രം പണിയെടുക്കുകയാണ് DYFI നേതാക്കളും CPMന്റെ പുതുരക്തവും. അതോടൊപ്പം തന്നെ യുവജനങ്ങളായ സ്ഥാനാർത്ഥികളെ നിർത്തിയതും CPMനെ കുറി പ്രയോജനം ലഭിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്.